ജെക്സി തോമസ്, ഇപ്പോൾ CBI അന്വേഷണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളുടെ അന്വേഷണം എന്നൊരു ആവശ്യം, അതിന് ഈ സമയത്തുള്ള പ്രസക്തി എന്താണ്? അതിന് ഈ സമയത്തുള്ള പ്രസക്തിയെ സംബന്ധിച്ചറിയണമെങ്കിൽ ഈ ഗോവർദ്ധ സംഘങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഉൾപ്പെടെയുള്ള അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളുടെ രാഷ്ട്രീയ ബന്ധം പരിശോധിച്ചാൽ മതി. ഞാൻ അതിലേക്ക് മാത്രമല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്, EDയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പറഞ്ഞതല്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക കേസിനെ മുൻനിർത്തിയിട്ട് ഇപ്പോൾ EDയെ വിമർശിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ നമ്മുടെ സഹപാനലിസ്റ്റായ BJP നേതാവ് വരെ ബഹുമാനത്തോടു കൂടെ കാണുന്ന നമ്മുടെ കേന്ദ്ര മന്ത്രി, അദ്ദേഹം അല്പ ആഴ്ചകൾക്ക് പുറകിൽ പറഞ്ഞത് എന്താണ്? കൺവിക്ഷൻ റേറ്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തൃണമൂൽ TMCയുടെ MP ആയിട്ടുള്ള സുനിത് ഗോഖലെയോ മറ്റോ ആണ് ചോദ്യം ഉന്നയിച്ചത് ഇന്ത്യൻ പാർലമെന്റിൽ. 5892 കേസെടുത്തതിൽ ആകെ അറസ്റ്റ് ചെയ്തത് 15 പേരെയും ആകെ കേസെടുത്ത് പൂർത്തീകരിക്കാനായത് 8 കേസുമാണ്. എന്തായിരുന്നു EDയുടെ സംഭാവന? ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്. അതാണ് അതിന്റെ കൺവിക്ഷൻ റേറ്റിന്റെ പാതാളത്തോളം വലിപ്പമുള്ള കുഴിയെ സംബന്ധിച്ചുള്ള കണക്കുകൾ നമ്മളോട് അനാവരണം ചെയ്യുന്നത്. അതാണ്. ഇനിയിപ്പോ ഈ കേസിലേക്ക് വരുന്നത് എന്താണ്? ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണല്ലോ. അതായത് ഈ പറയുന്നത് പോലെ കള്ളപ്പണ സംബന്ധമായ ഇടപാടുകൾക്കകത്തുള്ള രേഖാ പരിശോധന എന്ന നിലയിലാണ് SITയുടെ അഭിഭാഷകനെ സംബന്ധിച്ചുള്ള വാദങ്ങളെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു EDയുടെ അഭിഭാഷകൻ കോടതി മുമ്പാകെ വാദം ഉന്നയിച്ചത്. അപ്പോൾ ഈ സാധ്യത ഉണ്ടോ എന്ന് ED പരിശോധിക്കൂ എന്നുള്ളതാണല്ലോ. ഈ പരിശോധന കേരളത്തിൽ എത്രയോ കേസുകളിൽ, കേരളത്തിലും ഇന്ത്യയിലും എത്രയോ കേസുകൾ നടത്തപ്പെട്ടിട്ടുള്ളതാണ്. കുറ്റപത്രം പോലും ചുമത്താതെ കേസെടുത്ത് ദീർഘകാലയളവ് ചില ആളുകളെ വേട്ടയാടിയിട്ട് കോടതിയിലേക്ക് കൊടുത്ത സാധനം 4 മടക്കി കീറിയെറിഞ്ഞിട്ട് അല്പ ദിവസങ്ങളെ ആകുന്നുള്ളൂ. അപ്പോഴെങ്ങനെയാണ് കുറ്റപത്രം പോലും ഇല്ലാതെ കേസെടുത്ത് പരിഹാസമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് രാഷ്ട്രീയ, അതായത് ദേവസ്വം ബെഞ്ചിന് മുൻപാകെ അടക്കം ജാമ്യാപേക്ഷയുമായി പോയിട്ട് കിട്ടാതെ ഇപ്പോഴും റിമാൻഡിൽ തുടരുന്ന N വാസുവും A പത്മകുമാറും അടക്കമുള്ളവർ, അങ്ങ് പറഞ്ഞ എല്ലാ ദുഷ്പ്രവണതകളുമുള്ള EDയുടെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത കാലത്ത് വെളിച്ചം കാണില്ല. അത് വരട്ടെ. ഈ കേസിൽ അത്തരത്തിൽ പ്രതികളാക്കപ്പെടുന്നവരുടെ ആരുടെയും വക്കാലത്തെടുത്തിട്ടല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് SITയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടി അംഗങ്ങളൊക്കെ അല്ലേ, നിങ്ങളുടെ പാർട്ടി നേതാക്കളല്ലേ വക്കാലത്ത് എടുക്കാതെ പോകുന്നത്? എങ്ങനെയാണ്? പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിനകത്ത് അവരെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ന്യായീകരിക്കാൻ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ലല്ലോ. അക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ കണ്ടെത്തലുകളോടും അന്വേഷണ രീതിയോടും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. അതുമാത്രവുമല്ല, ഞങ്ങളുടെ വിശ്വാസത്തെ ഏതെങ്കിലും ഒരു പ്രസക്തിയുള്ള കാര്യമായി ഈ ചർച്ചയിൽ ആരും എടുക്കേണ്ടതില്ല. നമ്മളെക്കാൾ എല്ലാവരെക്കാൾ ഉപരിയായിട്ട് ഈ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ രീതികളോടും കണ്ടെത്തലുകളോടും അതിന്റെ ഗതിവേഗത്തോടും നല്ല വിശ്വാസവും സംതൃപ്തിയും പ്രകടിപ്പിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ചാണ്. അപ്പോൾ ആ അന്വേഷണം ഞങ്ങൾക്ക്, നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വിശ്വാസ്യതയും സുതാര്യവുമായ അന്വേഷണം ശക്തമായി മുമ്പോട്ടേക്ക് പോകട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ കുമാര സഹോദരന്മാരെയും മറ്റു ചിലരെയും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭവം ഞങ്ങളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുണ്ടാവുകയുമില്ല. പിന്നെ ഈ കേസിന്റെ മെറിട്ടിലേക്ക് വന്നാൽ ആദരണീയനായ മാധ്യമപ്രവർത്തകൻ പ്രസക്തമായ ചില കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു. നമ്മളുടെ മുമ്പാകെ, ഞാൻ അങ്ങയുടെ ഫോണിലേക്ക് അത് അയച്ചു തന്നിട്ടുണ്ട്, നമ്മളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രസക്തമായ മറ്റു പങ്കെന്താണ്? മാധ്യമപ്രവർത്തകർ പറയുന്നു ഈ അറസ്റ്റ് അല്ല, ഇതിനേക്കാൾ വലിയ അറസ്റ്റ് സംഭവിക്കാറുണ്ട്. ഞാൻ ഈ അറസ്റ്റോടുകൂടെ വെളിവാക്കപ്പെട്ട രാഷ്ട്രീയ ബാന്ധവത്തെക്കുറിച്ച് സവിസ്തരം പ്രസക്തമായ 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധി അല്പ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കോടതി വിധി പ്രസ്താവത്തിന്റെ പേജുകൾ എടുത്തു വെച്ചിട്ട് കസർത്ത് നടത്തുകയാണ് ചെയ്തത്. അതിനൊന്നും നമ്മളുടെ അവകാശം അങ്ങേക്കില്ലെന്നല്ല, അതൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും അങ്ങേക്കും ഒക്കെയുണ്ട്. പക്ഷെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. എവിടെ പോയി പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം? അന്താരാഷ്ട്ര മാർക്കറ്റിൽ കേരളത്തിലെ ദേവസ്വം മന്ത്രി ഇടനിലക്കാരനായിരുന്നുകൊണ്ട് കച്ചവടം നടത്തിയെന്ന പച്ചക്കള്ളം കോടതി മുമ്പാകെ ചോദ്യം ചെയ്യപ്പെട്ടിട്ട് ഇപ്പൊ തരാം, അടുത്ത ആഴ്ച തരാം, അടുത്ത ആഴ്ച തരാം, കഴിഞ്ഞ ശനിയാഴ്ച തരാം, അടുത്ത വെള്ളിയാഴ്ച തരാം, ഇങ്ങനെ പറഞ്ഞ് കളിക്കുകയല്ലേ? 7-8 തവണ മാറ്റി വെച്ചിട്ടില്ലേ? സ്വർണ്ണക്കള്ളാന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോന്ന് എവിടെ പോയി? സിനിമയിൽ മോഹൻലാൽ ചോദിക്കില്ലേ, എന്നെ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ സ്വർണ്ണക്കള്ളാന്ന് വിളിക്കാതിരിക്കാൻ ഓവർലാപ്പ് ചെയ്ത് ഇടപെട്ടിട്ടുണ്ടോ? എന്റെ അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷം അങ്ങേക്ക് ഊഴമുണ്ടായിരുന്നു, അങ്ങ് മിണ്ടിയില്ല. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം രണ്ടാമത് തവണ ചോദിക്കും. അങ്ങയിലേക്കാണ് ഞാൻ വരുന്നത്, ക്ഷമിക്കൂ, അങ്ങയിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അല്ല, ആ വാദം തെറ്റാണ് മാധു, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ 1 by 1 ആയി അങ്ങയുടെയും അതിനു മുമ്പ് സംസാരിച്ച മാധ്യമപ്രവർത്തകന്റെ അടക്കമുള്ള
പോയിന്റുകളോട് പ്രത്യുത്തരിച്ചു വന്നപ്പോൾ ജെയ്ക് സി തോമസിലേക്ക് എത്തിയപ്പോൾ അങ്ങ് പറഞ്ഞു അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് വരാം എന്ന് പറഞ്ഞ് അങ്ങ് ഇടപെടുകയാണ് അല്ലല്ല, ചെയ്തത്. അത് ഞാൻ അത് മിണ്ടിയില്ല ഞാൻ എന്ന് നോക്കൂ, പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല രാഷ്ട്രീയ എന്ന് മറുപടി കേൾക്കുന്നത് പറയണമെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കും. നിങ്ങൾ ആ വാദത്തിൽ പ്രത്യേകിച്ച് പോകരുത്. അത് ശരിയാ. രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിന് അരമണിക്കൂർ വെച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു നിവൃത്തിയൊന്നുമില്ല. എനിക്ക് ഇടപെടാൻ ഉത്തരം നിവൃത്തിയില്ല. പറയാൻ സമയം അങ്ങ് അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് പറയാനും കഴിയില്ല. ഒരു സമയപരിധിയൊക്കെ പാനലിസ്റ്റുകൾ കൂടി മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമാണ്. ജേക്ക് തുടരട്ടെ, ഞാൻ അങ്ങിലേക്ക് വരാം. ഈ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയൂ. ജേക്ക് പൂർത്തീകരിക്കൂ. ശരി, അങ്ങ് അടുത്ത ഘട്ടം തരൂ. ഞാൻ എണ്ണി ഉത്തരം പറയാം, കേട്ടാ മതി. എനിക്കൊരു തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, എനിക്കൊരു 1 മിനിറ്റ് കൂടെ സമയം അനുവദിച്ചാൽ മതി. ഞാനെന്റെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങ് ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കി ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്നത് മാത്രമല്ല, അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം എന്താണ്? വായ്ത്താളം അടിക്കല്ലേ എന്നുള്ളത്. ഞാൻ പറയുന്നു, നമ്മളൊക്കെ അങ്ങേയുമൊക്കെ ചെറുപ്പക്കാരനായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനല്ലേ? നമ്മളൊക്കെ ഒരു സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ പ്രയോഗിക്കേണ്ട പ്രയോഗം ഇതാണോ? എനിക്ക് വേണമെങ്കിൽ അങ്ങ് നടത്തിയ എല്ലാ പ്രയോഗങ്ങളോടും എനിക്ക് കണക്കറ്റ വിയോജിപ്പില്ലേ? എനിക്ക് നഖസികാന്തം എതിർപ്പില്ലേ? ഞാൻ തിരിച്ചു പറയുകയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ KSU കുട്ടികളെ പോലെ നിലവാരം കുറഞ്ഞ ഭാഷയുമായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പ്രയോഗിച്ച പ്രയോഗം ഞാനത് ആവർത്തിക്കില്ല കേട്ടോ. ആ പ്രയോഗിച്ച പ്രയോഗം എനിക്ക് തിരിച്ചു പറയാൻ തോന്നിയാലോ? ഈ ചർച്ച കാണുന്ന കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾക്ക് എന്ത് തോന്നും? സ്വയം ഒരു നാണം തോന്നൂല്ലേ? അപ്പൊ അത് ശരിയല്ല. അത്തരം പ്രയോഗങ്ങൾ അങ്ങ് ദയവായി ഉപേക്ഷിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബാക്കിയൊക്കെ അങ്ങയുടെ രാഷ്ട്രീയ സംസ്കാരം ഇരിക്കട്ടെ. ഇതോടൊപ്പം ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, ഇതിനകത്ത് നിർണായക കേസിൽ ഇതിനേക്കാൾ വലിപ്പമുള്ള ആളുകളെ തേടിയെത്താനുണ്ട്. ആ വലിപ്പമുള്ള ആളുകളെ തേടിയെത്താനുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ഷണക്കത്താണ്, അതിന്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ അങ്ങേക്ക് അയച്ചു തന്നിരുന്നത്. എന്താണ്? റോദം ഗോവർദ്ധന്റെ ജൂൺ 29, 2023 അറിയിപ്പാണ്. Kindly attend and take the blessings of Ayyappa and Tantri Sham 10:15 AM to 11 AM in Rodham Jewels, our showroom on Monday 3/7/2023. അതായത് ഈ കാര്യത്തിനകത്ത് അയ്യപ്പന്റെ ചിത്രം അച്ചടിച്ച് വെച്ചിട്ട് ഇവരുടെ ജുവലറിയുടെ പരസ്യം കൊടുത്തിട്ട് വളരെ പരിഭാവനമായി നമ്മളൊക്കെ കരുതുന്ന മറ്റൊരാളുടെ ചിത്രം വെച്ചിട്ട് ഇവർ പരസ്യ അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ സംഘത്തിന് എങ്ങനെയാണ് ബന്ധം? AICC ആഫീസിലും 10 ജൻപതിലും കയറി ചെല്ലാൻ എല്ലാവർക്കും പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സ്വർണ്ണക്കടയിൽ പോയി അനുഗ്രഹം വിതരണം ചെയ്യാൻ ഇപ്പറയുന്ന ആളുകൾക്ക് ഇവരുമായി എന്തു ബന്ധം? ഏകപക്ഷീയമായ ഒരു ആരോപണത്തിന് ഞാൻ സമയമെടുക്കുകയല്ല. പക്ഷെ ബഹുമാനായ നമ്മുടെ സഹപാനലിസ്റ്റ് മാധ്യമ പ്രവർത്തകൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ വൻതോക്കുകൾ വീഴാനുണ്ട്, വൻതോക്കുകൾ വരാനുണ്ട്. അതിനെ ഏത് തെളിവുകളുടെ പിൻബലത്തോട് കൂടിയിട്ടും ഏത് പൊന്നാപുരം കോട്ടയിലും ഏത് കുടുംബ മഹിമയുടെ ഉള്ളിൽ പോയി ഒളിച്ചാലും അവരിലേക്ക് SITയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ ഈ കേസന്വേഷണം നടത്തപ്പെട്ടാൽ അവരിലേക്ക് പിടിവീഴുന്ന സമയത്ത് ആരൊക്കെ ഇവരെ സംരക്ഷിക്കാൻ മെനക്കെടും, ആരൊക്കെ അതിനു മുമ്പിൽ നിശബ്ദരാകും എന്നുകൂടെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. ജ്വല്ലറി ഉദ്ഘാടനവും പ്രസാദ വിതരണവും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാമർശങ്ങൾ വരികയാണ്. ചിലതൊക്കെ പൊതിഞ്ഞും ചിലതൊക്കെ മറനീക്കിയും വരികയാണ്. അന്വേഷണം എങ്ങോട്ടാണ് എന്നുള്ളതിൽ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നുമുണ്ട്. അത് കോടതി തന്നെ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ വൻതോക്കുകൾ ആര് എന്നൊരു ചോദ്യം. പത്മകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ദൈവതുല്യരായി കാണുന്നവർ അവരാരാണ് എന്നുള്ളൊരു ചോദ്യം. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് അതിന് മറുപടി ഉണ്ടാകട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്.